എനിക്ക് ചില സമയത്തെ മോശയേക്കാൾ ഇത്തിരിയോട് ഒരു പടി ചില കാര്യങ്ങൾക്ക് ജോഷുവയാണോ കുറച്ചുകൂടി ചില സാഹചര്യത്തിൽ മെച്ചമെന്ന് എനിക്ക് എപ്പോഴും ഇവർ തമ്മിൽ ഞാൻ തൂക്കി നോക്കിയിട്ടുണ്ട്. നിങ്ങളോർക്കും അച്ഛൻ ഈ ജോഷുവിനെയും മോശസിനെയൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്തിനാണ്? ജീവിതവുമായിട്ട് അല്ലേ നമ്മൾ എനിക്ക് ജപ്തി നടപടിയാണ്. എൻ്റെ മകള് ഇന്ന് വഴിതെറ്റിയ ഒരു ജീവിതം വേറെ ആൾക്കാരുടെ പോയി ഞങ്ങളുടെ വീട്ടിൽ മരിച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ അച്ഛൻ എന്തിനാണ് ജോഷുവിനെ കുറിച്ച് പറഞ്ഞത്, മോശസിനെ കുറിച്ച് പറഞ്ഞത്? നമ്മൾ എന്ത് കഴിച്ച അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ഇതിനെ ഹീല് ചെയ്യിക്കുന്നത് ദൈവം തന്നെയാണ്. ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ജീവിതത്തിൽ കൊടിയ പ്രശ്നങ്ങളിലെ ദൈവത്തെ മുൻനിർത്തി ദൈവത്തിൻ്റെ കരഗ്രഹിച്ച് ചെയ്ത ആൾക്കാരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ദാവീദ, അതുപോലെ തന്നെ മോസസ്, പിന്നെ ജോഷുവ, പിന്നെ ഗിദെയോൻ പോലെയുള്ള ന്യായാധിപന്മാർ, പിന്നെ ഏലിയ പോലുള്ള പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ. അപ്പോൾ എന്താ അവർ ഈശ്വരൻ നമുക്കങ്ങനെ പെട്ടെന്നങ്ങനെ ഒരു മോഡലാക്കാൻ ഭയങ്കര പാടാണ്. ഭയങ്കര അതായത് നമ്മൾ ഈ IAS എന്ന് പഠിക്കണ പോലെയൊക്കെ ഉള്ള സംഭവമാണ്. പക്ഷേ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പുള്ള താഴെയുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. എന്താ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായ? ഇപ്പം ഞാൻ ഓർക്കുകയെ മോസസ് ആണോ നല്ലത്, ജോഷുവയാണോ? മോസസ് ചില സമയത്ത് പറയാം മോസസ് അത് പറയേണ്ടിയില്ലായിരുന്നു. എന്താണെന്നറിയാമോ? മോസസ് പറയാൻ പാടില്ലാഞ്ഞിരുന്ന സംഭവം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് ജനങ്ങൾ ദൈവത്തിനെതിരെ മർദ്ദലിച്ചപ്പോഴും ദൈവം ജനങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന് ആവശ്യമില്ലാത്ത ജനങ്ങളെ പിന്നെ ഇവിടെ വെച്ചുകൊണ്ടൊരു കാര്യമില്ലല്ലേ. അപ്പം അതുകൊണ്ട് അത് കർക്കശമായിട്ട് അവരെ കാര്യം ഫോർമേറ്റ് ചെയ്യുന്ന സമയമാണ്. നമ്മൾ ദൈവവചനങ്ങളെല്ലാം എല്ലാ കാലങ്ങളിലും നോക്കുമ്പോൾ അത് ജനങ്ങളെ ദൈവം എബ്രാഹത്തിനെ വിളിച്ചു, പിന്നെ എബ്രാഹത്തിലൂടെ ഇസഹാക്കിനെ വിളിച്ചു, ഇസ്ഹാക്കിലൂടെ യാക്കോബിനെ വിളിച്ചു, യാക്കോബിലെ 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ പോയി അവർക്ക് തിരിച്ചു കൊണ്ടുവന്ന് കൽപ്പന കൊടുത്തു, അവർ ജനതയാക്കി വളർത്തി, അവരിലൂടെ രക്ഷകനെ വാഗ്ദാനം ചെയ്ത് കൊണ്ട് ആ പ്രോസസ് ഓഫ് ഫോർമേഷനാണ്. ഈ പ്രോസസ് ഓഫ് ഫോർമേഷൻ ആയതുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ വടിതടി ആയുധങ്ങളോടെ നിൽക്കുന്നത്. ചിലപ്പോൾ കൊന്നു കളയാൻ പറയും കൂട്ടത്തോടെ. എന്താ കാര്യം? ഇപ്പോൾ ഒരു താറാവിന് പനി വന്നു കഴിഞ്ഞാൽ കുട്ടനാട്ടിൽ താറാവ് വളർത്തൽ കണ്ടിട്ടില്ലേ? ഒരു താറാവിനെ പനി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ താറാവുകാരൻ അതിൻ്റെ പെടലും മുറുക്കി കായലിട്ട് എറിഞ്ഞുകളയും. എന്താ കാര്യം? ബാക്കി എല്ലാത്തിനും പനി വരും. അതുപോലെ തന്നെ മോസസിൻ്റെ കാലത്താണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ സീനായി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് ദൈവമല്ല, അത് അവിടുത്തെ ദേവന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയത്. അപ്പോൾ അതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോൾ മോശ ഇടയ്ക്ക് വീഴും. എന്താ പറയണമെന്ന് നോക്കിയേ, 32 എടുത്തേ പുറപ്പാട്. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞാലും നമുക്കറിയാമല്ലോ ഈ ആധ്യാത്മിക ജീവിതത്തിന്റെ ദൈവത്തിൽ എത്തിച്ചേരുന്നതിന്റെ മനുഷ്യന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? വചനം അവസാനിക്കുമ്പോൾ എന്താ പറയണത്? വെളിപാട് 20 എടുത്തേ. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ? ജീവിക്കാൻ കർത്താവിന്റെ പുസ്തകത്തിലെ ജീവന്റെ പുസ്തകത്തില് നമ്മുടെ പേര് വേണമെന്നാണ്. ഇപ്പൊ മോസസ് ഇപ്പം ജനങ്ങളെ കണ്ടപ്പോൾ ദൈവത്തിനെ പോലും വേണ്ടാത്ത കണ്ടീഷനായി. ജനങ്ങളുടെ കാര്യം വന്നപ്പോൾ ജനങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി പുറത്തില്ലെങ്കിൽ അങ്ങയുടെ പേര് ജീവൻ്റെ പുസ്തകം എഴുതി കളയാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ദൈവത്തോടെ അങ്ങേർക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ദൈവത്തിന് 2ാം സ്ഥാനം കൊടുത്തു. ഇത്രയും കഷ്ടപ്പെട്ട് ജനങ്ങൾക്കേക്കാൾ പ്രാധാന്യം, ജനങ്ങൾക്ക് അതും പാപം ചെയ്ത് ജനങ്ങൾക്ക് അമിത പ്രാധാന്യം വരണില്ലേ? പക്ഷേ ജോഷുവ ഈ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ആളാണ്. ജോഷുവ വാഗ്ദാനം, അതുകൊണ്ട് ഈ വാഗ്ദാന നാട്ടിലേക്കുള്ള ആ വഴി അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പിന്നെ ഉടനെ ബാറ്റൺ ജോഷുവിനെ ഏൽപ്പിക്കുകയാണ്.
ജോഷുവയ്ക്കാണെങ്കിൽ പ്രാർത്ഥനാപരവും കിട്ടി. എന്താ കാര്യം? മോസസ് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ചില സമയത്ത് ഓർക്കുകയും മോസസിൻ്റെ പ്രാർത്ഥനാപരം കുറഞ്ഞ് കാണുക. കാര്യത്തിൽ അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ഈ മനുഷ്യൻ ഏതാണ്ട് ഒച്ച കുത്തിയ പോലെ പ്രാർത്ഥനാ കൂടാരത്തിന് പോകുന്നുണ്ട്. ഇപ്പൊ 30-11 വരുമ്പോ വായിച്ചു നോക്കിയേ. സ്നേഹിതനോടെന്ന പോലെ സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതെ അതെ, അത് അതിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അതെ, മടങ്ങിപ്പോകും. അവിടെ വെച്ചാൽ ബൈബിൾ തീരേണ്ടതാണ്, പക്ഷെ ബൈബിൾ തീർക്കണില്ല. എന്താ കാര്യം? ക്യാമറ വേറെ ആളുടെ മുഖത്തേക്ക് മാറ്റുകയാണ്. ഇപ്പം ഇവിടെ വെച്ചാണ് ചേഞ്ചിങ് വരണത്. എന്താണ് നോക്കിയേ? എന്നാൽ അവന്റെ സേവകനും സേവകൻ കണ്ടില്ലേ, അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ. ദേവന് 8ന്റെ പണി എന്താണ്? നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. കൂടാരത്തെ വിട്ടുപോകുന്നില്ല. ഇതാണ് പണിയായത്. എന്താണ്? കൂടാരത്തെ വിട്ടുപോയിട്ടും മോസസ് വിട്ടുപോയിട്ടും വിട്ടുപോകാത്ത ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട്. അവനായിരിക്കും വാഗ്ദാനം തട്ടിപ്പോണെന്ന് നോക്കും. ദൈവം ബാറ്റർ അവൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ജനങ്ങൾക്കല്ല, അവന് ജനമല്ല പ്രാധാന്യം, അവന് അവൻ്റെ ദൈവമാണ് പ്രാധാന്യം. അവൻ വാഗ്ദാനം നാട്ടി ചന്തലിന് മനുഷ്യൻ കാല് കുത്തിയ പോലെ ജോഷുവ വാഗ്ദാനം നാട്ടി കാല് കുത്തിയിട്ട് പറഞ്ഞ വാക്കുണ്ട്. എന്താണെന്നറിയാവോ? കേട്ടോ, ജോഷുവയുടെ പുസ്തകം 24:15. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെങ്കിലും തൊഴിലാന്ന് പറയണത്. അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കണമെന്ന് വെച്ചാൽ ഇന്ന് തന്നെ തീരുമാനിക്കും. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പൊ അവിടെ ജനമല്ല പ്രശ്നം, ആരാണ്? കർത്താവാണ് പ്രശ്നം. ജനമല്ല പ്രശ്നം. മോസസിന് ജനം പ്രശ്നമായിരുന്നു. ആ ജനത്തെ രക്ഷിച്ചിട്ടുണ്ടെന്ന കർത്താവിൻ്റെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വരെ പേരെഴുതി മാറ്റാൻ പറഞ്ഞു. അപ്പം കർത്താവല്ല പ്രശ്നം, ജനമാണ് പ്രശ്നം. ഇവിടെ എന്താ പറയണം? ഇവിടെ ജനമല്ല പ്രശ്നം, കർത്താവാണ് പ്രശ്നം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സേവിക്കുന്ന കർത്താവിൻ്റെ കൂടെ നിൽക്കുക. അതായത് എപ്പോഴും ബൈബിളിൻ്റെ ഫോളോ ചെയ്യുന്ന ഒരു ഫോളോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയാണ്, ഭർത്താവാണ്, മക്കളാണെന്നല്ല, കർത്താവാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. അതായത് ഇത് ദൈവ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാസ്റ്റ് ടെംപ്റ്റേഷനായിട്ട് വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ, അല്ല കസാക്കിസ് പറഞ്ഞതല്ല. കർത്താവിന് ഓപ്ഷൻ വെക്കുന്ന ലാസ്റ്റ് ടെംപ്റ്റേഷനിൽ മോസസ് പരാജയപ്പെട്ട് വിജയിച്ചു. അത് ദൈവശാസ്ത്രന്മാർ ചിന്തിക്കുക. പക്ഷേ വിജയിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ജോഷുവ. ഒരു ജോഷുവയിലേക്കുള്ള യാത്ര, അതാണ് വാഗ്ദാന നാട്ടിലെത്താനുള്ളൊരു വഴി. കർത്താവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും പ്രാപിക്കുന്നതിന് ഉടമ്പടി ഇതുപോലെ ലാസ്റ്റ് നിമിഷം വരുമ്പോൾ ലോകത്തേക്കാളും മനുഷ്യരെക്കാളും കർത്താവിൻ്റെ പക്ഷം ചേരാൻ കർത്താവ് നിനക്ക് ശക്തി തരട്ടെ.